സോ ഈ ഷാനവാസ് കുറച്ച് പെങ്ങളൂട്ടി സ്നേഹവും അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹവും ഒക്കെ വെച്ച് മുന്നോട്ട് തമാശ കളിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ മേ ബി പ്രേക്ഷകരുടെ ഒരു നല്ലൊരു പിന്തുണ കുറയാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ വെറുപ്പിച്ച് കൂട്ടാനും ചാൻസ് ഉണ്ട്. കാരണം ഇവരോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ വെച്ച് തമാശ കളിച്ച് കുഞ്ഞുപിള്ളേര് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ സമയം കിട്ടുമ്പോൾ തിരിഞ്ഞു കൊത്തും, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കൊടുക്കുമെന്ന് ഇതുവരെയും ഷാനവാസിന് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലത്തെ ആ ഒരു ഫുഡിന്റെ ഇഷ്യൂ തന്നെ നിങ്ങൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മാറ്ററിൽ ഷാനവാസിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയത്തുള്ളൂ. കാരണം ആര്യം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആര്യം ചെയ്താലും വേറൊരാൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ അവിടെ കുട്ടികളെയുമായിട്ട് അല്ലെങ്കിൽ തമാശ കളിച്ച് അങ്ങനെ ഒരു ആക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഫുഡ് അവിടെ മര്യാദയ്ക്ക് വിളമ്പിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് പോയി കൈയിട്ടെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഷാനവാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ പോലും ആ ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിച്ച പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. അപ്പം ആ ഒരു സൈഡ് ആരും ചിന്തിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസും അത്ര കേമന്മാരോ മികച്ചവരോ ഒന്നുമല്ല. ഈ പറയുന്നവരെല്ലാവരും ഫുഡ് എടുക്കുന്നതുകൊണ്ട് കൈയിട്ടെടുക്കുന്നുമുണ്ട്, പല അവസരങ്ങളിലും ഫുഡൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുമുണ്ട്. ഈ ഒരു ഫാമിലി റൗണ്ടിൽ പല കണ്ടസ്റ്റൻസിന്റെയും ഫാമിലി വന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന ഷാനവാസിന്റെ ഒക്കെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ പോലും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും അവർ കൊണ്ടുവന്ന ഫുഡൊക്കെ പലരും എടുത്തിട്ടുണ്ട്. ഷാനവാസിന് പോലും പല ഫുഡുകളും കിട്ടിയിട്ടില്ല. പലരും അതൊക്കെ എടുത്ത് ഒരു ബോളിൽ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ബെഡിന്റെ കബോർഡിൽ അല്ലെങ്കിൽ ഡ്രോയറിൽ പോയി ഒളിപ്പിച്ചു വെച്ച് തനിച്ചിരുന്ന് തിന്നുന്നതൊക്കെ ഉണ്ട്. മറ്റാർക്കും കിട്ടാത്ത ഒരു സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഇവരവര് സ്വന്തമാക്കി എടുത്തുകൊണ്ട് പോയി അവരവരുടേതായ രീതിയിൽ കഴിക്കുന്നുണ്ട്. എന്നിട്ടൊരു മട്ടൻ കറി വന്നപ്പോൾ മാത്രം അത് കിട്ടിയില്ല അല്ലെങ്കിൽ അതിനകത്ത് കൈയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്ക് ഇഷ്യൂ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒരു കിച്ചണിൽ അനുമോൾ എന്ന് കയറിയാലും അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അനുമോളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. ഈ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ കുറേശ്ശെയൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. പുറത്ത് തനിക്കിപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും പോകുന്നില്ല, പഴയ ആ ഒരു കരച്ചിൽ നാടകമൊന്നും മുന്നോട്ട് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബ പ്രേക്ഷകരുടെ സിമ്പതിയൊന്നും പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, PR കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ അനുമോൾ അവിടെ ഒരു സിമ്പതി കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ ഒരു സിമ്പതി കാർഡ് കിച്ചണിൽ വർക്കൗട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നേരെ ഒരു കുറച്ചു പേരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശക്തനായ ഒരു കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ശക്തമായി തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അനുമോളെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുന്നു എന്ന രീതിയിലാക്കി അതൊരു സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കി കരച്ചിൽ നാടകമൊക്കെ നടത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് അനുമോൾ അവിടെ നടത്തിയത്. അതൊരു എന്താ പറയുന്നത് 10% വിജയിച്ചുള്ളൂ. കാരണം ബാക്കി എല്ലാവരും കൂടി ആ ഒരു ഇഷ്യൂ എടുത്ത് വലുതാക്കി അവരിലേക്ക് ആ ഒരു കണ്ടന്റ് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അനുമോൾക്ക് അത് വലിയൊരു കണ്ടന്റ് ആക്കി എടുക്കാൻ സാധിച്ചില്ല. ബട്ട് ഇവിടെ ഷാനവാസിനാണ് അവിടെ ഒരു മോശം പേര് കിട്ടിയിരിക്കുന്നത്. വളരെ മോശം രീതിയിലാണ് ഈ ഒരു എന്താ പറയുന്ന പ്രവൃത്തി ഷാനവാസിനെ ബാധിച്ചിരിക്കുന്നത്. ആര്യൻ ആദ്യമായിട്ട് കൈയിട്ടെടുത്തത് കൊണ്ട് താൻ എടുത്തു എന്നൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പോലും അനുമോൾ അവിടെ എന്താ പറയുന്ന ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ അത്രയ്ക്ക് മാന്യമായിട്ട് വിളമ്പി കൊടുക്കുകയൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അനുമോൾ ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്ലേറ്റ് നീട്ടി കെഞ്ചിക്കൊണ്ട് നിൽക്കണം. ഇവരൊക്കെ ആദ്യം പറഞ്ഞതാണ് പ്ലേറ്റ് അവിടെ വെച്ച് വിളമ്പി ഈ പറയുന്ന കറിയെല്ലാം വിളമ്പിയിട്ടല്ല അവരെ വിളിച്ചാൽ മതി എന്ന്. അതിന് നോക്കാതെ നമ്മുടെ റൈസ് എല്ലാം വിളമ്പിയതിന് ശേഷം ഓരോരുത്തർ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, കറി ഇട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. ഒരു 10 തവണ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഓരോ കുറ്റവും പറഞ്ഞ് ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരെയും. ഇത് ആദ്യ ആഴ്ചകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് പലർക്കും അത് അത്രയ്ക്ക് ദഹിച്ചു എന്നൊന്നും വരത്തില്ല. പലരും അതിൽ റിയാക്ട് ചെയ്തു പോകും. അപ്പം ആര്യനാണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു കൂടി കഴിഞ്ഞപ്പോൾ ഇടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു ആക്ട് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഷാനവാസിനെ സംബന്ധിച്ച് ഈ പറയുന്ന ആര്യൻ കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഷാനവാസും അത് ചെയ്തത്. അത് തമാശയായിട്ട് ചെയ്തതേ ഉള്ളൂ. അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരെയൊക്കെ വലിയ കാര്യമായി കരുതുന്നത് കൊണ്ടും ഷാനവാസ് അങ്ങനെ ഒരു സംഭവം അതിനകത്ത് നടത്തി. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നു. ഇവർ സമയം കിട്ടിയപ്പോൾ അത് നേരെ തിരിച്ചെല്ലാം ഷാനവാസിന്റെ തലയിലേക്ക് ഇടുകയും ചെയ്തു. അതില് നമ്മുടെ അനീഷും പെടും. അനീഷ് അവസരം കിട്ടിയ സമയത്ത് ഷാനവാസ് ആണ് ആദ്യം ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ തലയിലേക്ക് എല്ലാം ഇട്ടുകൊടുത്ത് ഷാനവാസിനെ ഒരു കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് പെൺകുട്ടി സ്നേഹം എല്ലാം വെച്ച് ഷാനവാസ് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ മേ ബി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ 8ന്റെ പണി തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇവരെല്ലാം കൂടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ചതിക്കും. ഷാനവാസ് ആ ഒരു എന്താ പറയുന്ന ആ ഒരു സൗഹൃദമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു രീതിയിലും കൂടെ അവർക്ക് വേണ്ടി കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ നിലനിൽക്കുമ്പോൾ അവര് അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് ഷാനവാസിനെ സംബന്ധിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നേരെ തിരിഞ്ഞു കുത്തും. ഇത് മനസ്സിലാക്കാതെയാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്. ബട്ട് ഈ ഒരു കുറച്ചായിട്ട് ചില അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും അതുപോലെ
തന്നെ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ആക്ടിവിറ്റീസും ഷാനവാസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സൗഹൃദത്തിനിടയിലും അല്ലെങ്കിൽ പെങ്ങളൂട്ടി സ്നേഹത്തിനും പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവരുടെ കാര്യങ്ങളിൽ കൂടി പോയി ഇടപെടേണ്ടി വരും, അവരുടെ കാര്യങ്ങളിൽ പോയി തലയിട്ട് പ്രേക്ഷക വെറുപ്പ് നേടിയെടുക്കേണ്ടി വരും. എന്താണെങ്കിലും ഷാനവാസ് തനിച്ച് കളിക്കാൻ ശ്രമിക്കുക. ഇന്നലെ ആ ഒരു ഫുഡിന് സമയത്ത് നടന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് ആരുടെ പ്രകോപനങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും മറ്റാരാണ് അതിന് പുറകിലെങ്കിൽ പോലും അവര് ശ്രമിച്ചു, അതിൽ വീണു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷാനവാസ് അവിടെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണ്. അവരെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു, അതിനിടയിൽ പോയി കൈയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലമ്പാക്കി ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ലായിരുന്നു അവിടെ. ബട്ട് മറ്റാർക്കും ഇതൊന്നും കുറ്റം പറയാനുള്ള യോഗ്യതയുമില്ല. ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഫുഡ് മോഷിച്ചിട്ടുണ്ട്, ഫുഡ് അടിച്ചു മാറ്റിയിട്ടുണ്ട്, കൈയിട്ട് വാരിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുടെ ഫുഡൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ കുറ്റം പറഞ്ഞവരെല്ലാം അനുമോളും ആദില നൂറ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുടെ ഫുഡ് എല്ലാം എടുത്ത് ഗ്ലാസിനും പാത്രത്തിനകത്തും എല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൽ. നെവിൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ബിന്നി വലിയ കാര്യം പറയുന്നുണ്ട്. ബിന്നിയാണ് ആദ്യം ഒരു പാത്രത്തിനകത്ത് ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി ഒളിച്ചു കൊണ്ടുപോയി ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കുന്നത്. സോ ഇവരാരും തന്നെ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ബട്ട് കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ മെയിൽ കണ്ടസ്റ്റന്റ് കുറച്ച് ഒച്ചയെടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതിലേക്ക് വന്ന് അവര് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഇവർക്ക് നേരെ തിരിഞ്ഞ് അവരെ അങ്ങോട്ട് അടിച്ചമർത്താൻ ശ്രമിക്കും. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടുവരുന്നത്. ഷാനവാസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്ബർ ഖാനൊക്കെ ഇതിൽ മുന്നിൽ നിൽക്കും, എങ്ങനെയെങ്കിലും ഷാനവാസിനെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. കുറച്ച് പുറത്ത് സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും അധികം അങ്ങോട്ട് സുഖിക്കുന്നില്ല. ഇന്ന് കരുതി ഞാൻ ഷാനവാസിനെ ന്യായീകരിക്കുകയല്ല, ഷാനവാസിന്റെ തെറ്റ് ഷാനവാസിന്റേത് മാത്രമാണ്. ബട്ട് ഇത് മനസ്സിലാക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസിന് തന്നെയായിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തിരിച്ചടിയാകാൻ പോകുന്നതും പ്രേക്ഷകരുടെ വെറുപ്പ് നേടാൻ പോകുന്നതും. കാരണം ഇത്രയും ദിവസമായി ഷാനവാസിന്റെ കയ്യിൽ നിന്നും കൺട്രോൾ വിട്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെയൊക്കെ പ്രൊവോക്കിൽ പോയി നൈസായിട്ട് വീഴുന്നതായിട്ടും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.